ഓരോ തവണയും ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ കടൽഭിത്തി നിർമ്മിക്കുമെന്ന് അധികൃതരുടെ പാഴ്വാക്ക് വിശ്വസിച്ച് കടലോര നിവാസികൾക്ക് ഈ കടലാക്രമണത്തിലും സ്വസ്ഥതയോടെ വീടുകളിൽ കിടന്നുറങ്ങാനാവില്ല. പൊന്നാനി മുതൽ കാപ്പിരിക്കാട് വരെയുള്ള തീരമേഖലയിൽ പുതുതായി ആകെ നിർമ്മിച്ചത് 1100 മീറ്റർ കടൽഭിത്തി. പൊന്നാനി മണ്ഡലത്തിൽ കടൽഭിത്തി നിർമ്മിക്കാൻ 10 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചെങ്കിലും ഇത് അപര്യാപ്തമാണെന്നാണ് ആക്ഷേപം. പൊന്നാനി വെളിയങ്കോട് പെരുമ്പടപ്പ് പരിധിയിലെ 11 കിലോമീറ്റർ അധികം പരിധിയിൽ വെറും 1100 മീറ്റർ ഭാഗമാണ് 10 കോടി രൂപ ചെലവഴിച്ച് കടൽഭിത്തി നിർമ്മിച്ചത്. ഇതിൽ പൊന്നാനി നഗരസഭാ പരിധിയിൽ മരക്കടവ് മുതൽ ആലിയാർപ്പള്ളി വരെയുള്ള 600 മീറ്റർ ഭാഗം, വെളിയങ്കോട് തണ്ണിത്തുറയിൽ 235 മീറ്റർ, പാലപ്പെട്ടിയിൽ 250 മീറ്റർ എന്നിങ്ങനെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. നിർമ്മാണം പൂർത്തീകരിച്ച ഇടങ്ങളിൽ ഇതിനെ ചെറിയ കല്ലുകളിട്ടതിനാൽ ഇത് കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ പര്യാപ്തമല്ല. കടലാക്രമണം രൂക്ഷമായി ബാധിക്കുന്ന MES കോളേജിന് പിൻവശം, ഇളർപ്പള്ളി പരിസരം, മുറിഞ്ഞഴി, മൈലാഞ്ചിക്കാട് ഭാഗങ്ങളിൽ കടൽഭിത്തിക്കായി ഇനിയും കാത്തിരിക്കേണ്ടി വരും. നേരത്തെയുണ്ടായ കടലാക്രമണങ്ങളിൽ ഈ ഭാഗത്തെ കല്ലുകളെല്ലാം മണ്ണിനടിയിലാണ്. ഇതിനാൽ വീണ്ടും ഒരു കടലാക്രമണം ഉണ്ടായാൽ വലിയ നാശനഷ്ടമാകും സംഭവിക്കുക. അതേസമയം താലൂക്കിൽ പൂർണ്ണമായും ട്രൈപോഡ് സംവിധാനത്തിൽ സുരക്ഷാ ഭിത്തി നിർമ്മിക്കുന്നതിന് ചെല്ലാനത്തിനുള്ള സാങ്കേതിക വിദഗ്ധർ പൊന്നാനി താലൂക്കിലെ തീരദേശ മേഖലയിൽ പഠനം നടത്തിയിരുന്നു. ചിലയിടങ്ങളിൽ മാത്രമുള്ള കടൽഭിത്തി നിർമ്മാണം കടലാക്രമണ സമയത്ത് കൂടുതൽ ദുരിതം വിതക്കും. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.